എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF പ്രകടന പത്രിക പുറത്തിറക്കി. സമഗ്രമായ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക മുന്നേറ്റത്തിനും ഊന്നൽ നൽകുന്ന ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയാണ് ഇവിടെ ഔപചാരികമായി ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട വരുമാനമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. പക്ഷേ ആ വരുമാനം നാടിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം, ഏകദേശം 100 കോടി രൂപയോളം ഈ നാടിന്റെ വികസനത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന പണം പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതിയാണ് വണ്ടൂരിലേത്. ഇത് സത്യത്തിൽ ഒരു കുറ്റകൃത്യമാണ്. നാടിനും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കേണ്ട, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട, നാട്ടിൽ സമഗ്രമായ വികസനം കൊണ്ടുവരേണ്ട, അതിന് ചെലവഴിക്കേണ്ട പണമാണ് പാഴാക്കി കളഞ്ഞത്. അതിന്റെ നഷ്ടം നാടിനാണ്, ജനങ്ങൾക്കാണ്. ഈ കുറ്റകൃത്യം ചെയ്തവരെ വിചാരണ ചെയ്യുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുമെന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. വികസന പ്രവർത്തനങ്ങളുടെ സുതാര്യത ലക്ഷ്യമിട്ട് ഏജൻസി വർക്കുകൾ കർശനമായി നിയന്ത്രിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. കൂടാതെ വയോജനങ്ങളുടെ സൌകര്യങ്ങൾക്കായി വയോജന സൌഹൃദ പഞ്ചായത്ത് സ്ഥാപിക്കുമെന്നും പൊതുയിടങ്ങളിൽ ആവശ്യാനുസരണം വിശ്രമ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആരോഗ്യമേഖലയിൽ വാണിയമ്പലത്ത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. സാംസ്കാരിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിലവിലുള്ള ലുബ്ന തിയേറ്റർ തിരിച്ചുപിടിച്ച് ഒരു സാമ്പത്തിക സൌഹൃദ ഓഡിറ്റോറിയവും മൾട്ടിപർപ്പസ് തിയേറ്ററും സ്ഥാപിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും ഹൈടെക് ആകും. പഞ്ചായത്തിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള വാതക ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ സാമൂഹിക വികസന മുന്നേറ്റമാണ് LDF ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി ചെയർമാൻ VK അശോകൻ, LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ നിറവിൽ, CPM വണ്ടൂർ ലോക്കൽ സെക്രട്ടറി P. അരുൺ, CPI ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത്, CPM വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി TP ഇബ്രാഹിം, പ്രകടന പത്രിക രൂപീകരണ കമ്മിറ്റി അംഗം സഫറുള്ള മദ്രക്കറിയൻ, CPM വണ്ടൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഷ്റഫ് പാറപ്പുറവൻ, കേരള വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് IV ഷമീർ, നൌഷാദ് വാണിയമ്പലം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.